ഞാൻ ആര്യ. അപ്പൊ 2024 LDC സിലബസ് വന്നിട്ടുണ്ട്. അതുപോലെ ഈ സിലബസ് നമ്മളുടെ ഫ്രണ്ട്ലി പേജിന്റെ ടെലഗ്രാമിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നോക്കണം എന്നുള്ളവർക്ക് ടെലഗ്രാമിൽ പോയി PDF ഓപ്പൺ ആക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ 2024 LDC സിലബസിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നും അതിൽ ഏതൊക്കെ പാഠഭാഗങ്ങൾ നമ്മൾ ഫ്രണ്ട്ലി PSCയിൽ ക്ലാസ് ഇട്ടിട്ടുണ്ടെന്നും അതെങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സിലബസിൽ ചരിത്രം, ഭൂമിശാസ്ത്രം, ധനതത്വശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടന, കേരളം, ജീവശാസ്ത്രം, ഭൗതിക ശാസ്ത്രം, രസതന്ത്രം, കലാകായികം, കമ്പ്യൂട്ടർ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ മലയാളം ഉണ്ട്, അറിയാലോ. മലയാളം 10 മാർക്കിനാണ്. അപ്പൊ നമ്മുടെ ചാനലിൽ കൂടുതലും മലയാളം ക്ലാസ്സുകളാണ് എടുത്തിട്ടുള്ളത്. അപ്പോ ഇതില് സിലബസിൽ പറയുന്ന എല്ലാ പോർഷൻസും നമ്മൾ ഫ്രണ്ട്ലി PSCയിൽ എടുത്തിട്ടുണ്ട്. അതെങ്ങനെ എടുക്കണം എന്ന് ഇപ്പൊ പറയാം. അതുപോലെ ഇത് കണ്ടോ, സാഹിത്യം എന്നുള്ളൊരു ഭാഗം. സാഹിത്യം, സംസ്കാരം, കലാകായികം. അപ്പോ സാഹിത്യം, മലയാള സാഹിത്യത്തിന്റെ ക്ലാസ് നമ്മളിത് എടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇന്നതിന്റെ ഉത്തരം ഇന്നതോ, ഇന്നതിന്റെ ഉത്തരം ഇന്നതെന്ന് പഠിച്ചു വെക്കുന്ന മെത്തേഡല്ല. അങ്ങനെ പഠിച്ച നിങ്ങൾ ഓർക്കത്തുമില്ല. ഒരു കഥ പോലെയാണ് ക്ലാസ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ചുമ്മാ എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തിരിക്കാൻ പറ്റും. അപ്പോൾ സാഹിത്യവും മലയാളവും പിന്നെ കുറെ സയൻസ് ക്ലാസ്സുകളും ഈ സിലബസിൽ പറയുന്നത് പ്രകാരം നമ്മുടെ ചാനലിലുണ്ട്. അതുപോലെ ബയോളജിയിൽ പറയുന്ന മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങൾ, ധാതുക്കൾ, സാംക്രമിക രോഗങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, രോഗകാരികൾ തുടങ്ങിയ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഭൗതിക ശാസ്ത്രത്തില് ചലനം, ന്യൂട്ടന്റെ ചലന നിയമങ്ങള്, പ്രകാശ പ്രതിഭാസങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. രസതന്ത്രത്തില് ആറ്റം, മൂലകങ്ങള്, അതുപോലെ ആവർത്തന പട്ടിക, അതിലെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളതാണ്. പിന്നെ സാഹിത്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സാഹിത്യം എന്ന് പറയുന്നത് മലയാള സാഹിത്യമുള്ള എല്ലാ PSC പരീക്ഷകൾക്കും ഒരേ സിലബസ് തന്നെയാണ് ഇപ്പൊ തന്നിരിക്കുന്നത്. അപ്പൊ അതിൽ മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ആദികൃതികൾ, ഈ സംഭവങ്ങൾ 9 എണ്ണമാണ് ഉള്ളത്. അത് നമ്മളിത് ഇപ്പൊ എടുത്തോണ്ടിരിക്കുകയാണ്. അതൊരു ക്രാഷ് കോഴ്സ് പോലെ നമ്മുടെ ഫ്രണ്ട്ലി PSCയുടെ പ്ലേലിസ്റ്റിലുണ്ട്. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. അതുപോലെ മലയാളത്തിൽ പറയുന്ന 13 സെക്ഷൻസ് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ എടുത്തേക്കുന്ന ഫ്രീ ക്ലാസ്സുകൾ എങ്ങനെയാണ് നിങ്ങൾ കാണേണ്ടതെന്ന് നോക്കാം. നമ്മുടെ ചാനൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. ഇതിൽ ഹോം, വീഡിയോ, ഷോർട്സ്, പ്ലേലിസ്റ്റ് കാണാമല്ലോ. അപ്പൊ അതിൽ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ വീഡിയോ ഇങ്ങനെ വരും. പിന്നെ ഷോർട്സ് എടുത്താൽ നമ്മൾ എടുത്തിട്ടുള്ള ഷോർട്സുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ നിങ്ങൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ പ്ലേലിസ്റ്റ് ആണ്. പ്ലേലിസ്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് അടുക്കും ചിട്ടയോടുകൂടി ക്ലാസ് കിട്ടും. അപ്പോൾ പ്ലേലിസ്റ്റ് എടുക്കുക. പ്ലേലിസ്റ്റ് എടുക്കുമ്പോൾ മലയാള സാഹിത്യം 2024 LDC, LP, UP, CPO, ഡിഗ്രി ലെവൽ എന്നൊരു പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് കാണാം. അതിലിപ്പോ 13 വീഡിയോ അതിൽ നിലവിലുണ്ട്. ബാക്കി നിങ്ങൾക്ക് പുറകെ വരുന്നതായിരിക്കും. അപ്പൊ അത് എന്ന് പറയുന്നത് മലയാള സാഹിത്യത്തിന്റെയാണ്. പിന്നെ LP, UP അസിസ്റ്റന്റിന്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. പിന്നെ കറണ്ട് അഫയേഴ്സിന്റെ ഉണ്ട്. അത് കുറച്ച് എടുത്തിട്ടുള്ളൂ. പിന്നെ 2024 LDC മലയാളം എന്നൊരു പ്ലേലിസ്റ്റിൽ നിലവിൽ 44 വീഡിയോ എടുത്തിട്ടിട്ടുണ്ട്. അപ്പൊ ഈ 44 വീഡിയോയും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. പിന്നെ നമ്മുടെ ഫ്രണ്ട്ലി PSCക്ക് പെയ്ഡ് വാച്ച് ഉണ്ട്. അപ്പൊ ചിലർക്ക് സംശയം, പെയ്ഡ് വാച്ചിന് ചേർന്നാലേ 10 മാർക്ക് കിട്ടുള്ളൂ എന്ന്. അപ്പോൾ സംശയത്തിന്റെ ഉത്തരം പറയാം. ഈ ഫ്രീ ക്ലാസ് പഠിച്ചിട്ട് 10 കിട്ടിയ ഒത്തിരി കുട്ടികളുണ്ട്. അപ്പൊ പലരും നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ വഴിയിൽ വെച്ച് കാണുക, അല്ലെങ്കിൽ വിളിച്ചൊക്കെ പറയാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്. അപ്പൊ ഫ്രണ്ട്ലി PSC യൂട്യൂബ് ചാനൽ മാത്രം കണ്ടിട്ട് 10 കിട്ടിയവരും ഉണ്ട്. അപ്പോൾ 44 വീഡിയോസ് ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനിയും വീഡിയോസ് വരും. അപ്പൊ 44 കണ്ടു തീർക്കാൻ നിങ്ങൾക്ക് ഒത്തിരി നേരം വേണ്ടി വരും. അപ്പൊ ഇന്നേ തുടങ്ങിയോ 2024 LDC മലയാളം എന്ന ഈ പ്ലേലിസ്റ്റ് ഓപ്പൺ ആക്കുക, തുടങ്ങുക. ഇവിടെ നോക്കിയേ, 2024 LDC സയൻസ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഉള്ള പ്ലേലിസ്റ്റില് 55 വീഡിയോസ് കിടപ്പുണ്ട്. അപ്പൊ സയൻസിന്റെ അത്രയും ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതായത് ആ ഒരു പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി ക്ലാസ്സുകളും കിട്ടും. ക്ലാസ്സുകളുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, എനിക്കറിയാം നിങ്ങളുടെ ഓർക്കാനുള്ള ബുദ്ധിമുട്ട്. മിക്ക ക്ലാസ്സുകൾക്കും നമ്മൾ കോഡ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഈ വാട്ടർ ബോൺ ഡിസീസ്, എയർ ബോൺ ഒക്കെ മറന്നു പോകും. അതുപോലെ പ്രകാശ പ്രതിഭാസങ്ങളൊക്കെ കണ്ടന്റ് എന്താ സംഭവം എന്ന് മനസ്സിലാക്കിയിട്ട് വിത്ത് കോഡാണ് തരുന്നത്. അപ്പൊ അത്രയും 55 ക്ലാസ്സുകൾ സയൻസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ലെവലാവും. അപ്പൊ മലയാളം കിട്ടി, സയൻസ് കിട്ടി, മലയാള സാഹിത്യം കിട്ടി. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയുള്ളത്. പിന്നെ നിങ്ങൾ ഇവിടെ ഒരു പ്ലേലിസ്റ്റ് കണ്ടോ, കോഡിലൂടെ SCERT മലയാളം പഠിക്കാം, ഫ്രീ ക്രാഷ് കോഴ്സ്
അതില് 21 വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് 3ാം ക്ലാസ് മുതൽ 11ാം ക്ലാസ് വരെയുള്ള SCERT മലയാള സാഹിത്യവും വൊക്കാബുലറിയും വെരി വെരി യൂസ്ഫുൾ ക്ലാസ് ആണ്. അതായത് LDC കാർക്കും അതുപോലെ LP UP കാർക്കും ഒക്കെ വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ആ പ്ലേലിസ്റ്റിലുള്ളത്. അപ്പൊ മലയാള സാഹിത്യത്തിന്റെ SCERT ബേസ്ഡ് കിട്ടി 21 ക്ലാസ് കൊണ്ട് അത് കാണുക. അതായത് ഞാൻ വളരെ പണ്ടെടുത്തൊരു ക്ലാസ് ആണ്. അതായത് GKയുടെ ക്ലാസ് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് മെമ്മറി കോഡുള്ളതുകൊണ്ട് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് ഇങ്ങനെ വിറച്ചൊക്കെ എടുക്കുന്നത് എന്നാലും മനസ്സിലാകും കേട്ടോ. അതായത് അതിൽ 33 വീഡിയോ GKയുടെ 33 വീഡിയോ ഇട്ടിട്ടുണ്ട്. തുടക്കക്കാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും, അത് കണ്ടോളൂ. പിന്നെ ഇംഗ്ലീഷിന്റെ കുറെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അതായത് അത് ഞാൻ കൂടുതലും കോഡുകളായി യൂസ് ചെയ്തേക്കുന്നത്. കളക്റ്റീവ് നൗണിന്റെ ആനിമൽ സൗണ്ട്സ്, ആനിമൽ യങ് വൺ, പിന്നെ ഫ്രൈസൽ വെർബ്സ് ഓർക്കാൻ, പുട്ടിന്റെ കോഡ്, അങ്ങനെ കുറെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. 23 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ നിലവില് നിങ്ങളുടെ LDC എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ സയൻസ് കുറെ ക്ലാസ്, ഇംഗ്ലീഷ് കുറെ ക്ലാസ്, GK കുറെ ക്ലാസ്, മലയാളം കുറെ ക്ലാസ്സുകൾ, SCERT ബേസ്ഡ് ക്ലാസ്സുകൾ, ഇതൊക്കെ ഓൾറെഡി ഇതിലുണ്ട്. അപ്പൊ പുത്തൻ കുട്ടികൾ എന്ത് ചെയ്യണം, ഞാൻ ഈ പറഞ്ഞ പോലെ പ്ലേലിസ്റ്റ് എടുത്തിട്ട് സാധനങ്ങളൊക്കെ കാണുക. ഇത് നിങ്ങളൊന്ന് കവർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം അപ്പൊ എനിക്ക് എന്തായാലും കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നൊരു കോൺഫിഡൻസിലേക്ക് എത്തും. കാരണം വളരെ സിമ്പിൾ ആയിട്ട് കുഞ്ഞു കുഞ്ഞു കോഡുകളൊക്കെ വെച്ചിട്ടാണ് പഠിക്കുന്നത്. ഏത് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിൾ ക്ലാസ്സുകളാണ്. അപ്പൊ നിങ്ങളത് കണ്ടു നോക്കുക കേട്ടോ. പിന്നെ LDCക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ബുക്ക് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇനി ഈ വാട്സപ്പ് വഴി, നമ്മുടെ വാട്സപ്പ് വഴി ബുക്ക് വാങ്ങുന്നവർക്ക് ഈ ബുക്കിന്റെ ക്ലാസ് പ്ലസ് ഈ ബുക്ക് ഇറങ്ങിയതിന് ശേഷം വന്നേക്കുന്ന PSC മുൻകാല ചോദ്യങ്ങളുടെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ വീഡിയോ ക്ലാസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ബുക്ക് വാങ്ങുന്നവർക്ക് ഒരു 22 രൂപയും കൂടെ അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിൽ ഫുൾ ക്ലാസ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ്, ബുക്കിന്റെ ക്ലാസ്സിന്. അപ്പൊ വാങ്ങാത്തവർ വേഗം വാങ്ങുക. വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതുവഴി വാങ്ങാവുന്നതാണ്. പിന്നെ ഒരു കാര്യം, ഈ ബുക്ക് മാത്രം പഠിച്ചിട്ട് 10 കിട്ടിയവരുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇനി കിട്ടും എന്നതല്ല പറഞ്ഞത്. ഈ ബുക്ക് മാത്രം പഠിച്ചിട്ട് 10ൽ 10 കിട്ടിയ കുട്ടികൾ ഉണ്ട് നമ്മുടെ കൂട്ടത്തില്. ഓക്കെ, അപ്പോ ഇനി നമ്മുടെ ഫ്രണ്ട്ലി PSC ആപ്പിൽ മലയാളം ക്ലാസ് ഉണ്ട്, അതിനെ പറ്റി ഒന്ന് പറയുകയാണെ. അതായത് നമ്മുടെ ആപ്പിലെ LDC ഭാഷയാണ്. അപ്പൊ 2024 LD ടൈപ്പിസ്റ്റോട് ഒറ്റ ഭാഷയായിട്ടാ തുടങ്ങിയിരിക്കുന്നത്. അപ്പോ അതെന്ന് പറയുമ്പോൾ 6 മാസം വാലിഡിറ്റി ആണ്, 600 രൂപയാണ് ജോയിൻ ചെയ്യാൻ. 6 മാസം വാലിഡിറ്റി 600 രൂപ. പിന്നെ നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിപ്പോ ഫ്രണ്ട്ലി PSCയിലുള്ളവർ ചോദിച്ചാലും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് മാക്സിമം. അപ്പോൾ ആ ഫെസിലിറ്റി എന്തായാലും അതിലുണ്ടാവുമല്ലോ. പിന്നെ കണ്ടന്റിന്റെ PDF നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. നമ്മുടെ ഭാഷയിൽ ജോയിൻ ചെയ്യാമെന്ന് ആഗ്രഹമുള്ളവർ ജോയിൻ ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഫ്രീ കണ്ടിട്ടും നമ്മുടെ ഫ്രണ്ട്ലി PSC യൂട്യൂബ് കണ്ടിട്ടും 10 വാങ്ങിയവരുണ്ട്. പെയ്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാം ഇങ്ങനെ കോരി കൊടുക്കുന്ന പരിപാടി, എല്ലാ സാധനങ്ങളും പഠിപ്പിക്കുക, വിത്ത് കോഡ് പഠിപ്പിക്കുന്ന ഒരു മെത്തേഡാണ്. നോക്കാം നമുക്ക് ആ ഭാഷയിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കിയിട്ട്. അതായത് കണ്ടന്റ് 176 ഉണ്ട്. 176 എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ബുക്കിന്റെ ക്ലാസ്സും കൂടെ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ബുക്കിന്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ എക്സ്പ്ലനേഷനും പിന്നെ ബുക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുള്ളതും എല്ലാം അതിൽ കൊടുക്കുന്നുണ്ട്. അതാണ് അത്രയും കണ്ടന്റ് വരുന്നത്. പിന്നെ നിങ്ങൾക്കുള്ളത് അതിന്റെ കണ്ടന്റ് ഒന്ന് കാണിക്കാം കേട്ടോ. അതായത് പദശുദ്ധി തന്നെ 3 ക്ലാസ്സോളം ഉണ്ട്. പിന്നെ കേട്ടോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വാക്യശുദ്ധി കുറെ ക്ലാസ് ഉണ്ട്, പരിഭാഷകളുണ്ട്, ഒറ്റപ്പദമുണ്ട്, പര്യായങ്ങളുണ്ട്, അങ്ങനെ പോകുന്നു. പിന്നെ SCERT കണ്ടന്റ്സ് ഉണ്ട്. പിന്നെ മലയാള സാഹിത്യത്തിന്റെ കുറച്ച് ഇൻട്രൊഡക്ഷനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്ലി PSCയുടെ ബുക്കിന്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ തന്നെ കുറെ കണ്ടന്റ് വരുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ ബാച്ചിലുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നവരെന്ന് പറയുമ്പോൾ ഇങ്ങനെ യൂട്യൂബ് കണ്ട് നോക്കി തപ്പിപ്പെറുക്കി എടുക്കാനൊന്നും സമയമില്ല, തീരെ സമയമില്ല, വേറെ ജോലിക്കൊക്കെ പോകുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം നിങ്ങൾ ഒന്നിനും അലഞ്ഞു തിരിയേണ്ട കാര്യമില്ല. മലയാളത്തിന്റെ കണ്ടന്റ്സ് ഒക്കെ നമ്മുടെ ആപ്പിലുണ്ട്, PDF-ഉം എല്ലാം ഉണ്ട്. അപ്പൊ വേണമെന്നുള്ളവർക്ക് അവിടെ ജോയിൻ ചെയ്യാം. ഇനി യൂട്യൂബ് കണ്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഈ പറഞ്ഞ ആ ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് പഠിക്കാം. പിന്നെ നമ്മുടെ ആപ്പില് ഈ പദശുദ്ധി വാക്യശുദ്ധി അങ്ങനെ PSCയുടെ കണ്ടന്റ് ഉണ്ടല്ലോ, അതിന്റെ മോക്ക് ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഫ്രീ മോക്ക് ടെസ്റ്റ് ആണ്. അത് വേണമെന്നുള്ളവര് അതിൽ ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ എന്തായാലും LDC 2024 സിലബസ് വന്ന സ്ഥിതിക്ക് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ പ്ലേലിസ്റ്റ് എടുത്ത് നമ്മൾ ചെയ്തിട്ടുള്ള ഫ്രീ ക്ലാസ്സുകളൊക്കെ കാണാം. പിന്നെ നമ്മൾ കുറെ ഷോർട്സ് ചെയ്തിട്ടുണ്ട്. അത് വളരെ കോമഡി ആയിട്ട് അങ്ങനെ ചെയ്തേക്കുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് അത് ഓർത്തിരിക്കാൻ പറ്റും. അപ്പോൾ ഷോർട്സ് നമ്മൾ ചാനലിൽ ചെയ്തിട്ടുള്ള എല്ലാ ഷോർട്സുകളും കാണാം. വെരി വെരി എഫക്റ്റീവ് ആയിരിക്കും കേട്ടോ. സിമ്പിൾ ആയിട്ട് സിനിമ കാണുന്ന പോലെ അങ്ങ് പഠിക്കാം. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. പിന്നെ ഈ LDCക്ക് വേണ്ടിയിട്ട് ഞാൻ എടുക്കാൻ പോകുന്ന ക്ലാസ്സുകൾ ഫ്രണ്ട്ലി PSCയിൽ തുടരെ വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.